നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും അതിലൊരു ആഹ്ലാദവും സമാധാനവും കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമോ എന്ന ധാരണയിൽ നിന്നൊക്കെ പിന്മാറി ആശ്വാസകരമായിട്ട് അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വേറെ ചിലർക്ക് ജന്മനാട്ടിൽ നിന്നും വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതികൾക്ക് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടൊരു അനുമതി ലഭിക്കുവാനിടയുണ്ട്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നത് മാസങ്ങളോളം വേണ്ടി വരുമെങ്കിൽ പോലും അതൊരു അപേക്ഷ സ്വീകരിച്ചതായിട്ടുള്ളൊരു നിർദ്ദേശം സ്വീകരിക്കുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസം ഉണ്ടായിത്തീരും. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യതയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ യാതൊരു പ്രതികരണവും നടത്തരുത് എന്ന് സൂചിപ്പിക്കുന്നു. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള ഒരവസരം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ തന്നെ അതിന് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏപ്രിൽ മാസത്തിലും ആനുകൂല്യങ്ങളോടുകൂടി ലഭിക്കുന്നതിനാൽ അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരം പ്രവർത്തിക്കുന്നതിൻ്റെയും പ്രയത്നിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ജൂൺ മാസത്തിന് ശേഷം പുതിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുക, അല്ലെങ്കിൽ പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, എന്തായാലും സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങളും നല്ല സൂചനകളും വന്ന് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാസത്തിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നുവരെയും താൽക്കാലികമായിട്ടുള്ള ജോലികളും ഏപ്രിൽ മാസത്തിൽ ഒരുവിധം ഭേദപ്പെട്ട സുരക്ഷിതമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങൾക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഒരു മാസം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വേണ്ടിവരും. അഥവാ സഹപ്രവർത്തകർക്ക് വേണ്ടി അവരുടെ ചുമതലകൾ ഏറ്റെടുത്ത് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ചെയ്തു കൊടുക്കുവാൻ സാധ്യതയുണ്ട്. ഭാവനകളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ വികസിത രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന പലരും ജന്മനാട്ടിലേക്ക് പുറപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നീട് മാർച്ച് മാസത്തിലാവാം എന്ന് വിചാരിച്ചു. എന്നാൽ ഏപ്രിൽ മാസത്തിലും വിദേശത്ത് നിന്ന് ജന്മനാട്ടിൽ വരുന്ന പക്ഷം പദ്ധതികൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ തൽക്കാലത്തേക്ക് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഒരു പക്ഷേ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ സ്വാഭാവികമായിട്ടുള്ള നിലയിൽ അവധി ലഭിക്കുവാനുള്ള യോഗം കൊണ്ട് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധ്യതയുണ്ട്. വിജയപ്രതീക്ഷകളോടുകൂടി പരീക്ഷയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. പൊതുവെ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല കാര്യങ്ങളും മറവി സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചുകൊണ്ടും എഴുതി വെച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക മേഖലകളിൽ വളരെ കൃത്യമായുള്ള ഒരു വിലയിരുത്തൽ നിർബന്ധമായിട്ടും വേണ്ടതാണ്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ
മറ്റ് ചില രാജ്യങ്ങളിലേക്ക് ഉദ്യോഗത്തിന് വേണ്ടി അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാവൂ. അല്ലാത്ത പക്ഷം തിരസ്കരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുവാൻ അവസരം വന്നു ചേരും. ഭാരതീയ ശാസ്ത്രങ്ങൾ, പുരാണം, ഇതിഹാസം തുടങ്ങിയവയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നയിക്കാൻ തീരുമാനിക്കുവാനിടവരും. പലരിൽ നിന്നും പരിഹാസവചനങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിൽ പോലും സ്വന്തം മനസ്സാക്ഷിക്കും മനസ്സംതൃപ്തിക്കും അനുസരിച്ച് ഇങ്ങനെ ജീവിതത്തെ നയിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആജ്ഞാനുവർത്തികളിൽ നിന്നും സ്വീകരിക്കുവാനിടയുള്ളതുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ രൂപഭാവങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ വിശ്രമം, ഈ ഒരു മാസത്തിൽ മാത്രമല്ല, ഇനിയൊരു 3-4 മാസത്തേക്ക് വിശ്രമം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നുള്ളത്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിൽ അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അമിത വേഗതയുള്ള യാത്രയും ആവുന്നതും ഈ ഒരു മാസത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇതാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയ രൂപഭാവങ്ങളോടുകൂടി പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ ഭാവനയ്ക്കനുസരിച്ചും സ്വന്തമായ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറാകുവാനും, ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ തുടക്കം കുറിച്ച് ഏപ്രിൽ, മെയ്, ജൂണൊക്കെ ആയിട്ട് തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും പൂർണ്ണരൂപം ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും യോഗമുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിൻ്റെ വെളിച്ചത്തിൽ താമസ സ്ഥലത്തിനോടനുബന്ധമായിട്ട് ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കുവാനും അവരെ താമസിപ്പിക്കാനും സാധ്യതയുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. പുതിയ വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ സ്വീകരിക്കുന്നതിന് ഭാഗമായിട്ട് ധാരാളം വായിക്കാൻ തക്കവണ്ണമുള്ളൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. അഥവാ ജോലിയോടൊപ്പം പഠിക്കാൻ അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ സ്വല്പം അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടവരുമെങ്കിൽ പോലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാൻ യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നതരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രസ്ഥാനത്തിന് സർവാത്മന സഹകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടി പ്രയത്നിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പല വിഭാവനം ചെയ്ത പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും പ്രലോഭനങ്ങളിൽ നിന്നും വിട്ടുമാറി സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ വന്ന വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങിയാലോ എന്ന പല ആലോചനകൾ ഉണ്ടാകുമേ സാധ്യതയുണ്ടെങ്കിൽ പോലും പലപ്പോഴും ജന്മനാട്ടിൽ തുടങ്ങിയാൽ അതിനുള്ളൊരു വിജയ സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലരെല്ലാം തന്നെ പിന്മാറുവാനുള്ളൊരു യോഗം കാണുന്നതുമുണ്ട്. മറ്റു ചിലർക്ക് കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ സ്ഥിര വരുമാന മാർഗമുള്ള ജോലി ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങുന്നതിൻ്റെ വിമുഖത കാരണം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകളോ തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള യോഗമോ കാണുന്നതുമുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഈ ഒരു മാസത്തിൽ അതെല്ലാം പൂർത്തീകരിച്ച് പൂർണ്ണരൂപമായിട്ടുള്ള പദ്ധതികൾ
മേലധികാരികൾക്ക് സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ചെറിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ കരാറ് ജോലികളായിരിക്കാം. ധർമ്മപ്രവൃത്തിക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നു. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭാരതീയ ശാസ്ത്രശാഖകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അംഗീകൃതമായി പ്രവർത്തിക്കുവാനും ജനഹിതമായിട്ടുള്ള പ്രവർത്തിക്കുവാനുമുള്ളൊരവസരം വന്നു ചേരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സജ്ജമാകുമെങ്കിൽ പോലും ഒരുപക്ഷെ അന്യനാട്ടിൽ നിന്നും പുത്രപൗത്രാദികൾ വരുന്നത് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട്, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ മാത്രമേ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ജൂൺ മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ ഏറെക്കുറെ ശരിയായി എങ്കിൽ പോലും ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് പൂർണ്ണരൂപം മെയ് മാസം കഴിഞ്ഞിട്ടേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാൻ ഇടവരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഔചിത്യമായിട്ടുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും മറന്നു പോകുമോ എന്ന ധാരണയുള്ളതുകൊണ്ട് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ചിന്താഗതികളിൽ പല വിധത്തിലുള്ള മിഥ്യാധാരണകൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വാഹന ഉപയോഗത്തിലും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ കുടുംബാംഗങ്ങൾക്ക് പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് മാറി താമസിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നുണ്ട്. ഇതാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.